അത് ശരി പോപ്പട്ടെ, കുറച്ച് പ്ലേറ്റ് കുറച്ച് വെക്ക. നിന്നെ കൊണ്ട് തന്ന് പറ്റില്ല ചങ്ങാതി. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. കൊതുക് എത്ര പേർന്ന് പറഞ്ഞാലും മരുന്നിനെ പോയി കടിക്കാൻ പറ്റില്ലല്ലോ. ഈ അപമാനം ഞാൻ ഒരിക്കലും സഹിക്കില്ല. എടാ തോത്താറാമേ, നീ കൊതുകെന്ന് പറഞ്ഞ എന്നെ ആക്ഷേപിച്ചല്ലടാ. അതെ, ഞാൻ തന്നെയാ പറഞ്ഞേ. കണ്ടു, ചേട്ടന് വരെ അറിയാ. പോപ്പട്ടെ, നീ അല്ലെങ്കിൽ ഒരു കൊതുക് തന്നെയാ. ഒരു വലിയ ശക്തിമാനാണ് നീ എന്നുള്ള അഹങ്കാരത്തിലായിപ്പോ സംശയണ്ടോ? അതിനിപ്പോ ഇത്ര സംശയിക്കരുതാ. ചേട്ടൻ ഭയങ്കര പവർഫുള്ളാ. നിന്നേക്കൊന്ന് ഊതിയാ തന്നെ നീ തെറിച്ചു പോവും. എടാ ഞണ്ടേ, നീ എന്തിനാടാ ഇവരെ തമ്മിലടിപ്പിക്കുന്നേ? അതിന് ഞാനെന്ത് ചെയ്തു? എടാ ഒന്ന് ചുമ്മാതിരിക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നേ. ചേട്ടൻ എന്താ മര്യാദക്ക് സംസാരിക്കുന്നേ? അപ്പൊ ഈ പോപ്പറ്റിനല്ല അഹങ്കാരം. ഈ ബണ്ണി അവന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. ബണ്ണി പറയുന്നത് വളരെ ശരിയാണ്. ചേട്ടാ, എല്ലാരും ഒറ്റക്കെട്ടായി ചേട്ടന്റെ കൂട്ടുകാരായിട്ട് ചേട്ടനെതിരായിട്ടല്ലേ സംസാരിക്കുന്നേ. ഇവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റിക്കൊണ്ടിരിക്കുക. സാക്ഷാൽ ശകുനിയുടെ ജോലി. ഇപ്പൊ നീ വലിയ ശക്തിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ദുർബലനാണെന്ന് പറയുവാ. അതിന് ചേട്ടൻ ശക്തിമാനാണല്ലോ. നിനക്ക് സംശയമുണ്ടോ? എന്നാ ചേട്ടന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നേ. എനിക്ക് താല്പര്യമില്ല. അപ്പൊ പേടി? എനിക്കിവിടെ ഒരുത്തനെയും പേടിയില്ല. എന്നാ ഫൈറ്റ് ചെയ്ത് നീ എന്നെ തോൽപ്പിക്ക. തോത്താറാമേ, നിനക്കെന്താ വട്ടുണ്ടോ? പോപ്പറ്റിനോടാണോ ഫൈറ്റ് ചെയ്യുന്നേ? ആ അതെ, ഈ ഫൈറ്റ് നടക്കും. അതും നാളെ തന്നെ നടക്കും. തോത്താറാമേ, നീ തയ്യാറായിരുന്നോ? എന്തോന്നറേ, ഇനി ഞാൻ ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെ പൂശണോ? ഞാൻ എപ്പോഴും തയ്യാറാണ്. പോപ്പട്ട് വലിയ പ്രശ്നത്തിൽ പോയി പെടും ബണ്ണി. അവനെ നമ്മൾ രക്ഷിക്കണം. അത് പിന്നെ തോത്താറാമേ, പോപ്പറ്റിന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അവൻ സ്വർദാറിനോട് പ്രോമിസ് ചെയ്തു. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് ഇവന് ഉപ്മാവ് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയിട്ടേ എന്നെ കഴിപ്പിച്ചാ മതി. എന്റെ അമ്മീ. പക്ഷേ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിക്കുന്നതിന്റെ ഒരു ഹരം അത് വേറല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? പോപ്പട്ടെ, നീ എന്നാൽ കഴുതയായി പോയല്ലോ. സോർദാറെ, പോപ്പട്ടിനെ കഴുതെന്ന് വിളിക്കരുത്. കഴുത ഞാനാണ്. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കഴുതെന്ന് വിളിച്ച് രണ്ടുപേർക്കും കൺഫ്യൂഷൻ ആവും. അതായത് എന്നെയാണോ അതോ പോപ്പട്ടിനെയാണോ വിളിച്ചെന്നുള്ളതില്. പോപ്പട്ടെ, നീ എന്ത് അബദ്ധമായി കാണിച്ചേ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ആ കിറ്റ് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാണ്. കിറ്റ് അല്ല, ഈ സോർദാറാണ് എന്നെയും പോപ്പട്ടിനെയും ശത്രുക്കളാക്കി തമ്മിലടിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നീ മിണ്ടാതിരിക്കേ. ബണ്ണി പറഞ്ഞത് പോപ്പട്ടിനെയും തോത്താറാമിന്റെയും കാര്യമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ തോത്താറാമിന് മാത്രം മനസ്സിലാവുന്നില്ല. അത് വേറൊരു മണ്ടൻ കഴുതയാണ്. അത് ശരി. അപ്പൊ അവനെയും കഴുതയാക്കിയോ? അല്ല, ആക്ച്വലി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാരും കഴുതകളായി മാറിക്കഴിഞ്ഞ പിന്നെ എന്റെ ഐഡന്റിറ്റിയുടെ കാര്യം എന്താവും? എടാ മിണ്ടാതിരിക്കടാ മരക്കഴുതേ. നീ എല്ലാരെ കഴിഞ്ഞു വലിയ കഴുതയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഫൈനലി കഴുത ഞാൻ തന്നെയാണ്. ഏറ്റവും വലിയ കഴുത. വാവ്. ആരും പേടിക്കണ്ട, കുതിര തിരിച്ച് രഥത്തിന്റെ അടുത്തേക്ക് തന്നെ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ ഇവിടെ കുതിര വരുന്നതിന്റെ മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്നു. എടാ, നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യുതിയെ പിടിക്കണം. ഇത് ആമകളുടെ വേഷം കെട്ടിയ ചീറ്റപ്പുലിയാണെന്ന് തോന്നുന്നേ. ആ ബാലു വൈദ്യർ ഞങ്ങൾക്ക് മരുന്ന് തന്നതാ. അത് കഴിച്ചതിന് ശേഷമാ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പീഡ് കൂടിയത്. പണ്ട് നിന്നെ ഒരു ആമ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ സത്യമാണോ? അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. അല്ലെങ്കിലും ഈ ആമകൾ എങ്ങനെ സ്പീഡിൽ ഓടാനാ? അയ്യോ, എന്റെ തല കറങ്ങിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും ആമകളെ കളിയാക്കില്ലേ.
എന്റെ ചിറകൊണ്ട് നീ പറക്കാൻ പറ്റില്ല എന്നാ എനിക്ക് തോന്നേ. അമ്മോ. ആ. മാങ്ങ. എടാ പോപ്പട്ടെ, ഞാനാണ് അത് ആദ്യം എടുത്തത്. അത് എനിക്കാ ഇത് കിട്ടിയത്. സംശയട്ടോ? ഒരു സംശയമില്ല, ആ മാങ്ങ ആദ്യം എന്റെ കയ്യിലാ കിട്ടിയത്. ചേട്ടായിക്ക് മാങ്ങ വലിയ ഇഷ്ടാ. ഇത് ചേട്ടന് കൊടുക്കാനാ ഞാൻ എടുത്തത്. ഞാനും തോത്തറാമിന് കൊടുക്കാൻ വേണ്ടി തന്നെയാ ഇത് കൊണ്ടുപോന്നെ. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ മാങ്ങ എന്റെയാ, എനിക്കിതാ. അല്ല, അത് എന്റെ മാങ്ങയാ. സംശയമുണ്ടോ? ഈ തുണികളൊക്കെ ആരെവിടെ കൊണ്ടിട്ടത്? ഇതൊക്കെ വാഷിംഗ് മെഷീനിലല്ലേ കൊണ്ടിടേണ്ടത്? എന്നാലും ആ പോപ്പട്ട് ഒളിച്ചിരിക്കുന്ന കാര്യത്തിൽ പുരി തന്നെ എങ്ങും കാണുന്നില്ലെന്നേ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അവൻ എവിടെങ്കിലും കുടുങ്ങിപ്പോയി കാണുമോ? ഹായ് പോപ്പ. കൊച്ചു കള്ള. അയ്യോ, ഈ ഒളിച്ച് നിലവിളിയായിട്ട് മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ സ്വർദാറെ, പോപ്പട്ടിന് നല്ല മുറിവുണ്ട്. ഹണി, നീ വേഗം പോപ്പട്ടിന് ഒരു ടാബ്ലറ്റ് കൊടുക്ക്. എടാ ഹണി, നീ എന്താ ഈ ചെയ്തത്? പോപ്പട്ടിനെ ടാബ്ലറ്റ് കഴിപ്പിച്ചതാണ്. നല്ല ഹൈ സ്പീഡ് ടാബ്ലറ്റ് ആണ്, പെട്ടെന്ന് തന്നെ ശരിയായിക്കോളും. ഇങ്ങോട്ട് വരൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളെല്ലാവരും എന്റെ ഈ കടയ്ക്ക് മുന്നിൽ വന്ന് ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു പുതിയ മരുന്നുണ്ടാക്കിയിരിക്കുകയാണ്. അത് കഴിച്ചാൽ ഇനി ആർക്കും ഒരു അസുഖവും വരില്ല. ഇതിലേക്ക് കാശിടൂ. ഇതെന്താ ഇത്? ഹണി, നിനക്കെന്താ വട്ടുപിടിച്ചിരിക്കുകയാണോ? കാലം കൂട്ടുകാരുടെ രൂപത്തില് കൂടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. സംശയമുണ്ടോ? ഇതാ ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യരുടെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണ്. അവരുള്ള കണ്ട പച്ചിലകളൊക്കെ അരച്ചു ചേർത്ത് മരുന്നുണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുകയാണ്. എന്തോന്ന്? നമ്മുടെ ബാലുവൈദ്യര് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയാണെന്നോ? എന്നാ അയാളെ ഞാൻ ഇന്ന് ശരിയാക്കും. എവിടെ വരൂ. ഇനി എന്ത് മരുന്നാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരുപാട് തല്ല് കിട്ടിയതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മരുന്ന് വല്ലതും ഉണ്ടോ വൈദ്യരെ? അയ്യോ ഇല്ല. അല്ല, ആർക്കാ തല്ല് കിട്ടിയത്? അതൊരു ഫ്രോഡ് ബാലുവിനാണ്. താനൊരു വ്യാജ വൈദ്യനാണ്. ശരിക്കുള്ള ബാലുവൈദ്യൻ എവിടെ? ചേട്ടാ, നമ്മൾ പിടിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ വരൂ. ഇനി ഇവിടെ എന്താ തടി കേടാവും. റൺ ബേബി, റൺ ബേബി, റൺ.
വൈദ്യരെ എനിക്ക് 5 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ഉണ്ട്. ഇവിടെ വരൂ. 5 ദിവസം കൊണ്ട് പനിയുണ്ടെങ്കിൽ പിന്നെന്തുകൊണ്ട് നേരത്തെ വന്നില്ല? വീട്ടിലെ ഹീറ്റർ കേടായി പോയായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ എന്നെ ഹീറ്ററാക്കി യൂസ് ചെയ്യായിരുന്നു. ഹീറ്റർ ശരിയാക്കിയപ്പോ ഞാൻ മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് വന്നു. ഇങ്ങോട്ട് വരൂ. ദാ ഈ മരുന്നെടുത്തോളൂ. പനി പെട്ടെന്ന് മാറും. അയ്യടാ അയ്യാ, കോലടിച്ചല്ലോ, കോലടിച്ചു. നമ്മൾ ഒരുപാട് മോഷ്ടിച്ചു. ഇനി കുറച്ച് തരികിട പരിപാടി കേട്ടോ. എന്താ മോനെ ദിനേശ, പറഞ്ഞത് മനസ്സിലായില്ലേ? പക്ഷേ ഈ തരികട പരിപാടിയിലൂടെ നമുക്ക് എന്താ കിട്ടുക? ആ പെട്ടിയിലിരിക്കുന്ന നോട്ട് നീ ശ്രദ്ധിച്ചില്ലേ മോനെ ദിനേശ? അത് നമുക്ക് കിട്ടും. അല്ല, അതെങ്ങനെയാ? ആ ബാലു വൈദ്യരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ ബാലു ഡോക്ടറായി മാറും മോനെ ദിനേശ. പച്ചിലകളും തുളസിയിലകളും കൂട്ടി യോജിപ്പിച്ച് കഷായം ഉണ്ടാക്കി ഞാൻ പൈസ വാങ്ങും. ഇറ്റ് വിൽ ബി ഫൺ മോനെ ദിനേശ. ചെല്ലേ. ഇങ്ങോട്ട് വരൂ. തന്റെ അസുഖം എന്താണെന്ന് പറയൂ. ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരു വിറയല. അടിച്ചു പൊളിച്ചു തിമിർത്തു. വൈദ്യർ നല്ല പഞ്ഞി പോലത്തെ കുഷിനാണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്. വൈദ്യർക്ക് ദേഷ്യം വരുന്നതിന് മുൻപ് നീ അദ്ദേഹത്തിന്റെ തലേന്ന് എഴുന്നേക്കാൻ നോക്ക് പോപ്പട്ടെ. ഇങ്ങോട്ട് വരൂ. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇഞ്ചിയും കുരുമുളകും ജാതിക്കായും പിന്നെ അശ്വഗന്ധ കൂടെ കുറച്ച് പാറും ചേർത്ത് തരാം. വൈദ്യരെ ചായയൊക്കെ പിന്നെ ഉണ്ടാക്കി തന്നാ മതി. ആദ്യം ഇവന് വേഗം മരുന്ന് കൊടുക്കുന്നേ. ഇവിടെ വരൂ. അവിടുന്ന് മാറി നിൽക്ക്. ഇത് മരുന്ന് തന്നെയാണ്. ദാ പിടിച്ചോ. ഇതുവരെ കഴിപ്പിക്കണം. അഥവാ ഈ ഗുളിക കഴിച്ചിട്ടും അസുഖം മാറിയില്ലെങ്കിലോ? അപ്പൊ ദാ ഇത് കൊടുത്താൽ മതി. അഥവാ ഈ ഗുളിക കൊണ്ട് ശരിയായില്ലെങ്കിലോ? അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങളതാ ഈ ഗുളിക കഴിക്കണം. ഇത് പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഗുളികയാണ്. നിങ്ങളെല്ലാവരും വളരെ നെഗറ്റീവാണ്. ഇവിടെ വരൂ. ഇതിൽ കാശിടൂ. വേഗം പൊക്കോളൂ. ബണി, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൂ. എടാ, അവസാനത്തെ പീസായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് ഞങ്ങൾ എടുക്കുന്നത്. നിനക്ക് തരില്ല. അയ്യോ. മിക്കവാറും ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2 കൊണ്ടേ പോകും. സംശയമുണ്ടോ? അടിച്ചു പൊളച്ചു തിമിർത്തു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ബോർ അടിക്കുന്നില്ലേ? എല്ലാരും വാ, നമുക്ക് പോയിട്ട് ഒളിച്ചു കളിക്കാം. ഞാൻ പോയി ഒളിക്കാം, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കണ്ടുപിടിക്കും. അത് വേണ്ട, ഞാൻ തന്നെ ഒളിക്കാം. നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചാ മതി. നീയാണ് ഒളിക്കുന്നതെങ്കിലേ നിന്നെ കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ. സംശയമുണ്ടോ? അതുകൊണ്ട് ഈ ഞാൻ തന്നെ ആദ്യം ഒളിക്കും. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ തന്നെ പോപ്പട്ടിനെ ആദ്യം കണ്ടുപിടിക്കും. 1 2 3. ഞാൻ പോയി ലിവിംഗ് റൂമിൽ നോക്കിയിട്ട് വരാം. എടാ, എന്നാലോ പോപ്പട്ട് ഇത് എങ്ങോട്ട് പോയി കാണും? ഇവിടെ എങ്ങും കാണുന്നില്ലെന്നേ.
ഇവിടെ നമ്മൾ അവനെ തിരക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ടാവും. ഈയിടെ കഴിഞ്ഞതാണ് തൃശൂർ പൂരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഘനയുടെ നമസ്കാരം. അടികൈ. എന്റെ അമ്മായിയുടെ മോളുടെ പേരാണ് മാലു. ഇന്നത്തെ ഫൈറ്റിന്റെ ജഡ്ജാണ് ഡോക്ടർ ബാലു. അടികൈ. ഇവിടെ വരൂ. ഇത് സമ്മേളനമല്ല, ഫൈറ്റ് ആണ്. സിറ്റുവേഷൻ കുറച്ച് ടൈറ്റ് ആണ്. പെട്ടെന്ന് കവിതയൊക്കെ നിർത്തി 2 ഫൈറ്റേഴ്സിനെയും വിളിക്കൂ. യെസ്. എങ്കിൽ ആദ്യം വരാൻ പോകുന്നത് വീട്ടിലേക്ക് വരാനുള്ള ഒരു ഷോർട്ട് കട്ട്. റിംഗിലേക്ക് ഇത് ആദ്യം വരുന്നു ഫൈറ്റർ പോപ്പട്ട്. അടികൈ. ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ ബൽറാം. അടുത്ത ഫൈറ്ററാണ് നമ്മുടെ തോത്താറാം. അടികൈ. തോത്താറാം തോത്താറാം തോത്താറാം. എടേ തോത്താറാം തോത്താറാം എന്നല്ല, കിറ്റ് 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 എന്ന് പറ. അയ്യോ ചേട്ടാ അതെന്തിനാ? എടാ കിറ്റ്കിറ്റെ, എന്നോട് ഏറ്റുമുട്ടി ഇവൻ തോൽക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഫൈറ്റിന് എന്റെ അസിസ്റ്റന്റ് കിറ്റ്കിറ്റ് തന്നെ ധാരാളമാ. പണ്ട് നമ്മൾ കണ്ട ചോക്ലേറ്റ് പരസ്യങ്ങളിൽ ഒന്നാണ് കിറ്റ്കാറ്റ്. പോപ്പട്ടിനോട് ഏറ്റുമുട്ടാൻ വരുന്നതാ കിറ്റ്കാറ്റ്. അടിമക്കളെ കൈ. പിടിച്ചോ, ഇതും പിടിച്ചോ, ഇതും കൂടി ഇരിക്കട്ടെ. അയ്യോ ചേട്ടാ, ചേട്ടാ രക്ഷിക്കണ ചേട്ടാ. മുറ്റത്തെ മാങ്ങ ഞാൻ ഇന്ന് പറിച്ചു. പോപ്പടുത്ത ഫൈറ്റിൽ ജയിച്ചു. അടികൈ. അതെ പിള്ളേരെ, എന്റെ പഴയ കോളേജ് മേറ്റിന്റെ പേരാണ് പാച്ചു. 40 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഇളനീര് നീ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കുടിച്ചു. കിറ്റി, ഞാനൊരു കഴുതയാണ്. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാ, നീ ഖന്ന സാറിന്റെ ഒപ്പം എങ്ങനെയാ സമയം ചെലവഴിക്കുന്നേ? നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ? എന്റെ പിള്ളേരെ, ട്രാക്ടർ ഓടിക്കുമ്പോ സൈലൻസർ ഉണ്ടാകുന്ന ഒച്ചയാണ് ഭട്ട് ഭട്ട് ഭട്ട്. കിറ്റി UK യിലേക്ക് പോവുകയാണ്. അവളുടെ കയ്യിലുണ്ട് കുറച്ച് എക്സ്ട്രാ ടിക്കറ്റ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. കുറെ നാളുകൾക്ക് ശേഷമാണ് കറങ്ങാൻ ഒരു അവസരം കിട്ടുന്നത്. ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പറന്ന് യാത്ര ചെയ്യാത്തത് കൊണ്ട് എന്റെ ചിറകുകൾ ലോഹം പോലെയായി. ഇനി നമുക്ക് അടിച്ച് പൊളിക്കാം. പോകാം UK യിലേക്ക്. സംശയമുണ്ടോ? അതെ, നമുക്ക് ആദ്യം മാളിൽ പോയി ട്രിപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാം. എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളുടെ കണ്ണ് കണ്ടല്ലറിയാം നിങ്ങളൊക്കെ ഞെട്ടിയിരിക്കുകയാണെന്ന്. ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്. താങ്ക്സ് ഗോഡ് ഫോർ ഗിവ് മീ ദിസ് ക്വാളിറ്റി ഓഫ് ചേഞ്ച് ചെയ്യേണ്ടത് സൈസ് ആയിരുന്നു, ജെൻഡർ അല്ല. കണ്ണാടിയിലേക്ക് നോക്ക്.
ഇതൊക്കെ ചെയ്തതേ ആ സണ്ണി ആയിരിക്കും. ഇന്ന് അവന്റെ കാര്യം പോക്ക. ഇതെന്തായാലും കൊള്ളാം സണ്ണി. കണ്ടിട്ട് ഹൊറർ പിക്ചറിലെ വില്ലനെ പോലെ തന്നെ ഉണ്ട്. എന്താ ഇത്? ഞാൻ പറഞ്ഞ ഹെയർ സ്റ്റൈൽ അല്ലല്ലോ. ഈ ഫോട്ടോ ആരാണ് വെച്ചത്? എടോ, ഉടൻ തന്നെ എന്റെ ഹെയർ സ്റ്റൈല് സ്റ്റൈലാക്കി മാറ്റ്.